24 എക്സ്ക്ലൂസീവ്. നൃത്ത അധ്യാപകൻ തിരുവനന്തപുരം വെള്ളായണി സ്വദേശി മകേഷിന്റെ മരണത്തിലൊരു വഴിത്തിരിവ്. മകേഷിന്റെ മരണം മർദ്ദനമേറ്റെന്നാണ് ഇപ്പോൾ സംശയം. ശരീരമാകെ മുറിവുകളും ചതവുകളും ഉണ്ടെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പകർപ്പ് 24-ന്. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ഒരാഴ്ച കഴിഞ്ഞിട്ടും പോലീസ് നടപടിയെടുത്തില്ലെന്ന് ആക്ഷേപമുയരുന്നു. തിരുവനന്തപുരം ശാസ്തമംഗലം ശ്രീരാമകൃഷ്ണ മിഷൻ ആശുപത്രിയിലെ ജീവനക്കാർ മകേഷിനെ ക്രൂരമായി മർദ്ദിച്ചെന്ന മകേഷിന്റെ ബന്ധുക്കൾ 24-നോട് പരാതിപ്പെട്ടു. ആരോപണം ശ്രീരാമകൃഷ്ണ മിഷൻ ആശുപത്രി അധികൃതർ നിഷേധിക്കുകയും ചെയ്തു. ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരം വിവരങ്ങളുമായി ചേരുന്നു. ഉമേഷ്, അവിടുത്തെ സെക്യൂരിറ്റി ജീവനക്കാർ മർദ്ദിച്ചതായിട്ടാണല്ലോ ആക്ഷേപം ഉയരുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? SKN കഴിഞ്ഞ മാസം 12-ാം തീയതിയാണ് മകേഷിനെ ചെറിയ മാനസിക വെല്ലുവിളി നേരിടുന്ന വ്യക്തിയായിരുന്നു. ഡാൻസറായിരുന്നു, അനുഗ്രഹീത കലാകാരനായിരുന്നു. അദ്ദേഹത്തെ ചെറിയ മാനസിക വെല്ലുവിളികൾ നേരിട്ട സാഹചര്യത്തിൽ ശ്രീരാമകൃഷ്ണ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. 7-ാം തീയതി എത്തിക്കുന്നു. 8-ാം തീയതി അദ്ദേഹം കുറച്ച് വയലൻ്റ് ആകുന്നു. ആ സമയത്ത് ആശുപത്രി ജീവനക്കാർ ചേർന്ന് മകേഷിനെ മർദ്ദിക്കുന്നു. തൊട്ടടുത്ത ദിവസം വീണ്ടും കുറച്ച് വയലൻ്റ് ആകുന്നു. ആ സമയത്ത് ആശുപത്രി ജീവനക്കാർ കൂടുതൽ ഏകദേശം 7ഓളം പേർ ഒന്നിച്ച് മർദ്ദിച്ചു എന്നാണ് പറയുന്നത്. 12-ാം തീയതി മകേഷിന്റെ ആരോഗ്യം കൂടുതൽ വഷളാവുന്നു. അതേ ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ വെച്ച് മരണം സംഭവിക്കുന്നു. ആദ്യഘട്ടത്തിൽ പോലീസ് പറഞ്ഞിരുന്നത്, ആശുപത്രി അധികൃതർ പറഞ്ഞിരുന്നത് ഇതൊരു സ്വാഭാവിക മരണമാണ്, ഹാർട്ട് അറ്റാക്ക് മൂലമുണ്ടായ മരണമാണെന്നാണ്. പക്ഷേ ഇതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കാണിച്ചിരിക്കുന്നത് 22 ഗുരുതര മുറിവുകൾ, അത് ശരീരമാസകലം ഈ മുറിവുകളുണ്ട്. 22 മുറിവുകളാണ്. അതിൽ തന്നെ മരണകാരണമായി പറയുന്നത് ശ്വാസകോശത്തിലെ രക്തം കട്ടപിടിച്ച് ശ്വാസകോശത്തിൽ രക്തം കയറിയാണ് ഈ മരണം സംഭവിച്ചതായി കാണുന്നത്. ഇതിൽ തന്നെ ഈ 5-ാമത്തെ ലൈനിൽ പറയുന്നുണ്ട്, അതായത് നെഞ്ചിൽ ഏകദേശം കറുത്ത കളറിൽ വലിയൊരു ക്ഷതമുണ്ടായിരുന്നു എന്ന് കൃത്യമായി ഇതിൽ പറയുന്നു. സ്വാഭാവികമായി അത് ഈ കറക്റ്റ് പൊസിഷൻ ഈ ശ്വാസകോശത്തിനോട് ചേർന്നുള്ള പൊസിഷനിലാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.